അതുകൂടാതെ നിങ്ങൾ വരച്ചേക്കുന്ന ഇതേപോലത്തെ നിങ്ങൾ ഡിസൈൻ ചെയ്തേക്കുന്ന ഫ്ലോർ പ്ലാനുകളുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഇതേപോലെ റിപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇത് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ഒരാൾ വരച്ചേക്കുന്ന ഡിസൈനാണ്. ഇതേപോലത്തെ ഡിസൈനുകളിൽ നിന്നും എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്ലോർ പ്ലാനുകൾ പരിശോധിക്കാൻ സാധിക്കുന്നത്, അത് വാസ്തുവിന്റെ പേരിലും സ്പേസിന്റെ പേരിലും എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഡെമോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫ്ലോർ പ്ലാനകത്ത് ചിലപ്പോൾ തെറ്റുകൾ കാണാം, ചിലപ്പോൾ ശരികൾ കാണാം, പല കാര്യങ്ങളും കാണാം. അപ്പോൾ നമുക്ക് നിങ്ങൾ വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാൻ, അത് നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ഫ്ലോർ പ്ലാനുകളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വീട് നിർമ്മിക്കുകയാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒത്തിരി തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് പരിശോധിച്ചതിന് ശേഷമുള്ള റിപ്പോർട്ട് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ വാസ്തു സ്പേസ് ഒപ്റ്റിമൈസേഷൻ റിപ്പോർട്ട് നോർത്ത് ഫേസിംഗ് ഫ്ലോർ പ്ലാൻ ആണ് പറയുന്നത്. അപ്പം അത് കേരള ട്രഡീഷണൽ വാസ്തു അനുസരിച്ചിട്ട് ആ സ്പേസ് ഒപ്റ്റിമൈസേഷൻ എന്ന രീതിയിൽ അവർ AI എങ്ങനെയാണ് പരിശോധിക്കുന്നത്, അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അത് ഞാനൊന്നും ടൈപ്പ് ചെയ്തല്ല, ഓട്ടോമാറ്റിക്കായിട്ട് AI തന്നെ ടൈപ്പ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് വരുന്ന രീതിയിലാണ്. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റുകളും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് ഇതേപോലെ AI കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മാസ്റ്റർ ബെഡ്റൂമിന്റെ ഓരോന്നിന്റെ സൈസുകൾ ഇതിനകത്ത് എഴുതി വരും. അത് സൈസ് ഓക്കെ ആണോ, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, അതുപോലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇതിനകത്തെല്ലാം അവർ ടേബിളുകൾ നോക്കി എഴുതിയത് കൊണ്ടാണ് കൃത്യമായിട്ട് കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ചസ് കൂടെ പറഞ്ഞു തരും. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന എവിടെയൊക്കെയാണ് സജഷൻ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ ഫർണിച്ചറിന്റെ ലേഔട്ടുകളും കാര്യങ്ങളൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു പേജിൻ്റെ അകത്ത് വരുന്നത്. രണ്ടാമത്തെ പേജിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് സമ്മറി, അതിനകത്ത് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നല്ലത്, അല്ല മോശമായിട്ടുള്ള കാര്യങ്ങളാണ് മോശമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സജഷൻ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ പേജിനകത്ത്. ഇനി മൂന്നാമത്തെ പേജിൻ്റെ അകത്ത് വരുന്നത് ഇതുപോലെ ഉണ്ടോ, ഇതിനകത്ത് ഓരോ റൂമുകൾ, ആ ലിവിംഗ് റൂം എടുത്തു കഴിഞ്ഞാൽ ആ ലിവിംഗ് റൂമിൻ്റെ അകത്ത് കൊടുക്കാൻ പോകുന്ന സോഫ സെറ്റ്, TV യൂണിറ്റ്, സെൻറ്റർ ടേബിൾ, ആം ചെയർ, അപ്പോൾ ഏതൊക്കെയാണോ മാക്സിമം സ്പേസ് കിട്ടുന്ന രീതിയിൽ എന്തൊക്കെ ഫർണിച്ചറുകളാണ് അതിനകത്ത് ഇടാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫർണിച്ചറുകൾ നമുക്ക് ഇടണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ഇവിടുത്തെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ മതി. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൃത്യമായിട്ട് വെക്കാൻ പറ്റുന്നത്, അതുകൊണ്ട് എക്സാക്ട് പ്ലേസ്മെന്റ് വാസ്തുവും കൃത്യമായിട്ട് സ്പേസുകളും അനുസരിച്ച് എവിടെയൊക്കെയാണ് വെക്കാൻ പറ്റുന്നത് എന്നുള്ളപ്പോഴാണ് ഈ ഒരു ടീമിൻ്റെ അകത്ത് പറഞ്ഞത്. അതിൻ്റെ ഡയമെൻഷൻ, ആ ഒരു ഫർണിച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ ഡയമെൻഷൻ എത്രയാണ്, അതുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിനോട് സജസ്റ്റഡ് ആയിട്ടുള്ള കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ, ഒരു തീമും കാര്യങ്ങളും വേണമെങ്കിൽ ആ കളറുകൾ ഏതൊക്കെയാണ് വെക്കുന്നത്, ആ ബാക്കിയുള്ള വാളിൽ നിന്നും അല്ലെങ്കിൽ ഫർണിച്ചറിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഇത് വരേണ്ടത്. അതുപോലെ തന്നെ അതിനകത്ത് ആ ഒരു സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ റൂമും, ഇപ്പം ലിവിംഗ് റൂം ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അകത്താണെങ്കിലും അതുപോലെ തന്നെ ബെഡ്റൂം 2 ആണെങ്കിലും അതുപോലെ കിച്ചൺ, അപ്പോൾ ഇതേപോലെ ഓരോ റൂമിൻ്റെ അകത്തും എന്തൊക്കെ സാധനങ്ങളാണ് വെക്കേണ്ടത്, എത്ര ദൂരം മാറിയിട്ടുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പിന്നെ പറയുന്നു ഒപ്റ്റിമലായിട്ട് സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ എത്ര സെന്റിമീറ്റർ ഒക്കെയാണ് മാറിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് വാസ്തുവിന്റെ പ്രകാരം ചെയ്യാൻ നേരത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ ഫൈനലായിട്ട് നിങ്ങൾ ചെയ്യാൻ നേരത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ രീതിയിലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ട്രയൽ വെർഷനാണ് ഞാൻ കാണിച്ചിരുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആൾക്കാരാണ്, ഫ്ലോർ പ്ലാൻ ഒക്കെ റെഡി ആയിട്ട് നിൽക്കുന്ന അവസരമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഒത്തിരി പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് ഈ പറയുന്നത്. നമ്മൾ വെള്ളിയാഴ്ച രാത്രി 8:30 ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ നടത്തുന്നുണ്ട്. ആ വെബിനാറിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയാണ് മിനിമം ഒരു 50,000 രൂപയെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. അത് ഇതേപോലെ വാസ്തു സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വെബിനാറാണ് വരുന്നത്. അത് ഫ്രീ ആയിട്ടുള്ള വെബിനാറാണ്, നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. അതുകൂടാതെ നിങ്ങൾ വരച്ചേക്കുന്ന ഇതേപോലത്തെ നിങ്ങൾ ഡിസൈൻ ചെയ്തേക്കുന്ന ഫ്ലോർ പ്ലാനുകളുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഇതേപോലെ റിപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പക്ഷേ അത് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പുറമായിട്ട് നിങ്ങൾ വെബിനാർ അറ്റൻഡ് ചെയ്യുക. ആ വെബിനാർ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഗൂഗിൾ ഫോമും തരും. ആ ഗൂഗിൾ ഫോമിനകത്ത് നിങ്ങളുടെ ഫ്ലോർ പ്ലാനുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ചത്തെ രാത്രി 8:30 ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാർ നിങ്ങൾക്ക് താങ്ക് യു.